ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് സുഖമാണല്ലോ അല്ലേ? എന്താ ഇവിടെ നിങ്ങൾക്ക് നല്ല അതിമനോഹരമായ ഒരു അഗ്രികൾച്ചർ ലാൻഡ് കാണിച്ചു തരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റോഡ് കാണിച്ചു തരുന്നത്. ഓക്കെ, നല്ല ചെറിയ നിസ്സാര വിലക്കാണ് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ വിലയും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസൊക്കെ ഇതിൽ കാണിച്ചു തരാം. പിന്നെ അതിലും ഇതിലെടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ലൊരു മാളികപ്പുരയുണ്ട്. അപ്പോൾ മാളികപ്പുര പറഞ്ഞാൽ പ്ലാസ്റ്ററിംഗ് വർക്ക് ഫിനിഷ് അല്ല, നല്ല അതിമനോഹരമായ മാളികപ്പുരയാണ്, പണ്ടത്തെ വീടാണ്. ഓക്കെ, ഇതിൻ്റെ പോസ്റ്റ് നമ്പർ 393 ആണ്, 393 ഇതിൻ്റെ പോസ്റ്റ് നമ്പർ. ഓക്കെ, ഇതാണ് റോഡ്. അപ്പോൾ ഇത് ചെറിയൊരു ഇറക്കമുള്ള റോഡാണ്, ഏത് വണ്ടിക്കും സുഖമായിട്ട് കയറി ചെന്ന് പോകാനുള്ള റോഡാണിത്. ഇതാ കണ്ടല്ലോ, റോഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ 2 തരം അടക്കമരമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇത് മീഡിയം സൈസിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ കാഴ്ച ഞാൻ താഴ്ന്ന് കാണിച്ചു തരാം. ഇത് മേലെ റോഡിൻ്റെ മേലെ നിന്നിട്ട് എടുത്ത് കാണിക്കുന്നതാണ്. ഇതാണ് മീഡിയം സൈസിലുള്ള അടക്കമരം. അതുപോലെ തന്നെ കുറച്ച് ഏകദേശം ഒരു 400ഓളം അടക്കമരം കുറച്ച് പ്രായം കൂടിയതുണ്ട്. ഇവിടെ 4 ഏക്കർ 96 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ടോട്ടൽ സ്ഥലം 4 ഏക്കർ 96 സെൻറ്റ് സ്ഥലമാണ്. ഇവിടെ നല്ലൊരു വെള്ളത്തിൻ്റെ ഏരിയയും കൂടിയാണ്, നല്ല ഇഷ്ടം പോലെ വെള്ളമുള്ള ഒരു ഏരിയയും കൂടിയാണ്. അതിലും ഏത് കൃഷിക്കും പറ്റാവുന്ന ഒരു മണ്ണും കൂടിയാണ്, നല്ല മണ്ണാണ്. ഈ ഒരു സ്ഥലം വരുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ബദിയടുക്ക ടൗണിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മാത്രം ചുറ്റളവിലായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വെള്ളം കാണുന്നുണ്ടല്ലോ, ഇത് കെട്ടിവെച്ച വെള്ളമാണ്. ഇത് ടാർ റോഡിൽ നിന്ന് ഏകദേശം 400 മീറ്റർ മാത്രം ദൂരമുണ്ട് ഇവിടത്തേക്ക്. അപ്പോൾ നിങ്ങൾ ഈ വോയിസ് ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ഈ വീഡിയോ നന്നായി ശ്രദ്ധിക്കുക, കാരണം ഓരോ കാഴ്ചകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഇതും ഇതിൽ ടൈപ്പ് ചെയ്തും കൂടി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. അഗ്രികൾച്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നന്നായ ഒരു സ്ഥലം കൂടിയാണ്. കൃഷി ചെയ്യാനാണെങ്കിലും ഉള്ള കൃഷിയെ നന്നാക്കി എടുക്കാനാണെങ്കിലും നല്ല ഒരു സ്ഥലം തന്നെയാണിത്. ഇവിടെ മൊത്തത്തിൽ 3 കുളങ്ങളാണ് ഉള്ളത്. 3 കുളമുണ്ട്, അതുപോലെ തന്നെ ബോർവെൽ, അതുപോലെ തന്നെ ഒരു കിണർ, വറ്റാത്ത കിണറാണ്. ഇതാണ് ആ പ്രായം കൂടിയ അടക്കമരം എന്ന് പറഞ്ഞത്. ഇവിടെ ഏകദേശം 60-ൽ മേലെ തെങ്ങുണ്ട്. ഓക്കെ, 60-ൽ കൂടുതൽ തെങ്ങുണ്ട്. നല്ല പരന്ന അടക്കത്തോട്ടാണ് വരുന്ന. റോഡ് കുറച്ച് ചെരിവാണെങ്കിലും ഇവിടെ സ്ഥലത്തേക്ക് എത്തിയതിന് ശേഷം നല്ല അതിമനോഹരമായ ഒരു ലെവലായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. എന്നാൽ കുറച്ച് ചെരിവുള്ള സ്ഥലവും കൂടി സ്പേസ് ഉണ്ട് ഇവിടെ, അതായത് എംടി സ്പേസ് ഇവിടെ ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. ചെരിവുണ്ട്, അതുപോലെ തന്നെ ലെവലായിട്ടുള്ള എംടി ഫേസും കൂടി ഉണ്ട്. ഇതിലെല്ലാ ഡീറ്റെയിൽസും ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വോയിസിൽ അങ്ങനെ സ്റ്റോപ്പാക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കോൺടാക്റ്റിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കാണാനുള്ള ഫുൾ കാഴ്ചകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇതാണ് മറ്റൊരു കുളം എന്ന് പറഞ്ഞത്, കണ്ടല്ലോ. ഇതൊരു സൈലൻ്റ് ഏരിയ ആണ്. ഓക്കെ, പിന്നെ കൃഷി ആഗ്രഹിക്കുന്നവർക്ക് മാത്രം പറ്റിയൊരു സ്ഥലമാണ്, അതായത് ഒരു സൈലൻ്റ് ഏരിയ ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും ഫാം കാര്യങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലവും കൂടിയാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ്. ഓക്കെ, അത് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും പാർട്ട് 1ഉം പാർട്ട് 2ഉം എല്ലാം ശ്രദ്ധിക്കുക. കണ്ടല്ലോ, നല്ല അതിമനോഹരമായ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് 17,000 രൂപയാണ്. സെൻറ്റിന് 17,000 രൂപ വെച്ചിട്ടാണ് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. അതായത് ചെറിയ എന്തെങ്കിലും നീക്കുപോക്കിന് തയ്യാറാവും എന്ന് വെച്ച് വലിയ ഒരു നീക്കുപോക്കിന് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതില്ല. കാരണം ചെറിയ ഒരു നീക്കുപോക്കിന് മാത്രമേ ഉടമസ്ഥൻ തയ്യാറാകുകയുള്ളൂ. അത് അക്കാര്യം എടുത്ത് പറയാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ, ചില ആൾക്കാർ ഇപ്പോൾ ഒരു 20,000 പറഞ്ഞ ഒരു സ്ഥലത്തിന് ആവശ്യക്കാർ വന്നിട്ട് ചോദിക്കുന്നത് അത് 10-ന് വരുമോ അല്ലെങ്കിൽ 8-ന് വരുമോ എന്നൊക്കെ ചോദിക്കുന്നൊരു കാലഘട്ടമാണിപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ എടുത്തു പറയുന്നത്, ഈ ഒരു സ്ഥലത്തിന് അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട, ചെറിയ ഒരു നീക്കുപോക്കിന് മാത്രമേ ഉടമസ്ഥൻ തയ്യാറാകുകയുള്ളൂ എന്നും കൂടി അറിയിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ അറിയാമല്ലോ, 62 38 63 24 17. മറ്റൊരു നമ്പർ 81 57 07 33 70. ഈ 2 നമ്പറിലും വാട്സപ്പും കൂടി ലഭ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പരന്ന കാലി എംടി സ്ഥലം ഇതാണ്. ഇവിടെ പ്ലാവുണ്ട്, അതുപോലെ തന്നെ മാവുണ്ട്, മറ്റു മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. ഓക്കെ, കണ്ടല്ലോ, ഇതൊരു 3 തട്ടായിട്ടാണ് നമുക്ക് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. 3 തട്ടായിട്ടാണ് ഉള്ളത്. ഓരോ തട്ടും ഇതുപോലെയുള്ള ലെവലാണ്. പിന്നെ കുറച്ച് ചെരിവുണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രദേശം ഇതാണ്. ഓക്കെ, ഈ ഒരു ഏരിയയാണ് കുറച്ച് ചെരിവായിട്ട് കാണുന്നത്. ഇത് നന്നായി കൃഷിയോട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. പിന്നെ ഇതിൻ്റെ വീടിൻ്റെ കാഴ്ചയും കൂടി കാണിച്ചു തരാം. വീട് ഇപ്പോൾ മേലെ നിന്ന് കാണുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ വെളിച്ചം കുറച്ച് കുറവുണ്ട്, അതായത് കറണ്ട് ഇല്ലാത്ത ഒരു സമയം ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ അകം കാണിക്കുമ്പോൾ കുറച്ച് ഇരുട്ടടിക്കും. അതും കൂടി ആദ്യം തന്നെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇതുപോലെയുള്ള മറ്റു പ്രോപ്പർട്ടികൾ ആവശ്യമാണെങ്കിൽ നമ്മളെ വിളിക്കാൻ മറക്കരുത്. ഇതിൽ നമ്പർ കൊടുത്തിരിക്കുന്ന അതേ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഏത് കൃഷി സ്ഥലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥലമോ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. ഇതാണ് വറ്റാത്ത കിണർ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങളെ പ്രോപ്പർട്ടി വിൽക്കാനാണെങ്കിലും ഇതുപോലെ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാനാണെങ്കിലും നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതിൽ കൊടുത്ത അതേ നമ്പറിൽ തന്നെ ബന്ധപ്പെട്ടാൽ മതി. ഇത് ബോർവെല്ലാണ്. അപ്പോൾ ഇനി നമുക്ക് വീട് കാണാം അല്ലേ. വീടിൻ്റെ അടുത്തേക്ക് പോവാം.
വീട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പ്ലാസ്റ്ററിങ് വർക്ക് ഫിനിഷ് അല്ല, തേപ്പ് ആയിട്ടില്ല. ഇതാ വീട് ഇങ്ങനെയാണ്. ഇതാ പുറത്ത് തേപ്പ് വർക്കല്ല, അകത്ത് ഫുള്ള് തേപ്പ് വർക്ക് ഫിനിഷാണ്. ഇതാ കാണുന്നുണ്ടല്ലോ, ഇത് ഫ്ലോറ് കാവിയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മാളികപ്പുരയാണെന്ന്. അപ്പോൾ ഇതിൽ വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ടാവും, കാരണം കറണ്ട് ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാളികപ്പുരയാണ്, ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, ഓരോ കാര്യങ്ങളും ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ടോപ്പെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതിനായി നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, ഇത് കാണുന്നുണ്ടല്ലോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്പം വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ടെന്ന്. ഇതാ ഇതാണ് മാളികപ്പുര, ടോപ്പിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ ആരും മറന്നു പോകരുത്. വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു കുഞ്ഞു ലൈക്കും കൂടി അടിക്കുക. എന്താ കാണുന്നുണ്ടല്ലോ, ഇതല്പം തേപ്പ് വർക്ക് ചെയ്യാനും ബാക്കിയുണ്ട്. നല്ല അതിമനോഹരമായ തേപ്പൊക്കെ കഴിഞ്ഞാൽ അതിമനോഹരമായ നല്ല സുന്ദരമായ ഒരു വീടാണ്. അപ്പോൾ ഓക്കെ മൈ ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ മൈ ഫ്രണ്ട്സ്, താങ്ക് യു.